കിഴക്കൻ റഫയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. പതിനായിരങ്ങളാണ് റഫ വിട്ട് പലായനം ചെയ്യുന്നത്. ആക്രമണം തുടർന്നാൽ ആയുധ സഹായം പൂർണ്ണമായും നിർത്തിവെക്കും എന്നാണ് ഇസ്രയേലിന് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ്. അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞുപോകണമെന്ന അന്ത്യശാസനം എത്തിയതോടെ പതിനായിരങ്ങളാണ് റഫയിൽ നിന്ന് പലായനം ചെയ്യുന്നത്. എങ്ങോട്ട് പോകണമെന്നറിയാതെ നെട്ടോട്ടത്തിലാണിവർ. There is no hospitals effectively now. An-Najjar hospital is out of service and the Kuwaiti hospital just for trauma and for the emergency. We have no beds or no hospitals to refer. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കിടെ ആക്രമണം കടുപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുന്നറിയിപ്പ് വകവയ്ക്കാതെ മുന്നോട്ടു പോയാൽ ആയുധങ്ങൾ നൽകുന്നത് നിർത്താനാണ് അമേരിക്കയുടെ തീരുമാനം. അമേരിക്കയുടെ നിലപാട് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. റഫ അതിർത്തിയിൽ ഭീകരപ്രവർത്തനങ്ങൾ ശക്തമാണെന്നും അത് അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് ഇസ്രയേൽ നൽകുന്ന വിശദീകരണം. ഈജിപ്തിലേക്കുള്ള അതിർത്തി അടയ്ക്കുന്നതോടെ ഫലസ്തീൻ ജനതയ്ക്ക് നഷ്ടമാകുക അവശേഷിക്കുന്ന ഏക രക്ഷാമാർഗമാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24.